ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ കറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറിയാണ്. മീനിലേക്ക് പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് കേടാകത്തുമില്ല കേട്ടോ ഈ മീൻ കറി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചൂരമീൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ പറയുന്നത്. 1/2 കിലോയാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു രീതിയിൽ മീൻകറി ഉണ്ടാക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. മീനിൻ്റെ മസാലയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. എണ്ണ ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ ഇഞ്ചിയും 4 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചെറിയ കഷ്ണമൊന്നും ആക്കണ്ട കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരട്ടെ. ആ സമയത്ത് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചോളുക. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്രൈ പാൻ നല്ലതുപോലെ ചൂടായതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂണോളമുള്ള കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ നല്ല ചൂടായതുകൊണ്ട് ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് വരും. പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന കൂടെ നമുക്ക് പുളിവെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ട് അരയ്ക്കണം എന്നില്ല. കുറച്ച് മീനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അരയ്ക്കുന്ന സമയത്ത് ഞാനിതിൽ നിന്നും പുളിവെള്ളം ചേർത്ത് കൊടുക്കുവേ. മസാല ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് വേണ്ട, കുറച്ചെടുത്ത് നമുക്ക് മീനിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. ഈ ഒരു സ്പൂണിന് 1 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ, അതായത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേ. 1/2 ടീസ്പൂൺ ഉപ്പ്. നല്ലതുപോലെ മീനിലേക്കൊന്ന് പുരട്ടി കൊടുക്കണം. മസാല പുരട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അതിന് ശേഷം വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. കുറഞ്ഞത് ഒരു 10-15 മിനിറ്റൊക്കെ വെക്കുക. കൂടുതൽ സമയം വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. മീൻകറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മൺചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തോളുക. മീൻകറിയൊക്കെ വെളിച്ചെണ്ണ വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ഉലുവാപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മുഴുവനായിട്ടുള്ള ഉലുവയാണെങ്കിൽ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി, അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ്, 1 ടേബിൾ സ്പൂണോളമുള്ള ഇഞ്ചിയും കൂടി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കറിയിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. പച്ചമുളകിനാണെങ്കിൽ അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ 2 ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക. കാശ്മീരി മുളക് പൊടിക്ക് അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകിലാണ് നമ്മൾ മീൻകറിക്കുള്ള എരിവ് കിട്ടുന്നത്. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം അരച്ച് മീനിൽ പുരട്ടിയിരിക്കുന്ന മസാലയുടെ ബാക്കിയില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ മസാല ബാക്കി ഒട്ടും കളയണ്ട കേട്ടോ, അത് മുഴുവൻ ചേർത്ത് കൊടുക്കണേ. ബാക്കിയിരുന്ന പുളിവെള്ളവും കൂടി നമുക്ക് ആ മസാലയിലേക്ക് ഒഴിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ചെറിയ പുളി ആയതുകൊണ്ട് ഞാനൊരു 4 പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുളിയൊക്കെ പെട്ടെന്ന് ഇറങ്ങാൻ നല്ലതാണ്. മസാല ഒട്ടും കളയാതെ തന്നെ ചേർത്ത് കൊടുത്തോളുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ആ പുളി മുഴുവൻ ചേർത്ത് കൊടുത്തോളുക. ഞാൻ ആ പുളിവെള്ളം മാത്രമായിരുന്നു ചേർത്തിരുന്നത്, ബാക്കി പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തോളുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് പൊടിയുടെ എന്തെങ്കിലും ഒരു പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും കേട്ടോ. ഇതിലേക്ക് നമുക്ക് മീൻകറിക്ക് ആവശ്യത്തിനുള്ള ചാറ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മീൻകറിക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്തോളുക. ഞാനിവിടെ മൊത്തം വെള്ളം ചേർത്തിരിക്കുന്നത് ഒരു 2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തോളുക. കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലാസ്റ്റ് പറ്റിച്ചെടുത്താൽ മതിയേ.
നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് മീൻ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ആദ്യം നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തതാണ്. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മതിയേ, ഒരുപാട് വേണ്ട. 1/4 ടീസ്പൂണേ ഒട്ടും കൂടരുത്, കഴിക്കും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക. ചൂരമീൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ മീൻ കറി വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മീൻ കറിക്ക്. ഞാൻ അധികവും മീൻ കറിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. ചില മീൻ കറിയിൽ ചേർക്കും കേട്ടോ. മല്ലിപ്പൊടി ചേർത്താൽ നമ്മുടെ മീൻ കറി പെട്ടെന്നൊന്ന് കേടായി പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് മല്ലിപ്പൊടി അധികം ചേർക്കാത്തത്. നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കണമെന്ന് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളുക, നിർബന്ധമില്ല മല്ലിപ്പൊടി ചേർക്കണമെന്നേ. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമ്മുടെ ചാറിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഒരുപാട് ഇട്ട് ഇളക്കണ്ട കേട്ടോ. ഇനി നമുക്ക് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. മീൻ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കണ്ട, തുറന്ന് വെക്കാം. ഇനി നമുക്ക് തവിയിട്ട് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കൊന്നെടുത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് പറ്റി വരുന്നോടം വരെ നമുക്കിനി തുറന്ന് വെക്കാം. ഈ സമയത്ത് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഉപ്പ് നോക്കിക്കൊള്ളുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. എനിക്കിവിടെ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ മീൻകറി അതിലിരുന്ന് തിളച്ച് ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിനി അടച്ച് വെക്കാവേ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്